നോമ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫിദിയയെ സംബന്ധിച്ചാണ്. ഫിദിയയുമായി ബന്ധപ്പെട്ട് പലർക്കും പല രൂപത്തിലുള്ള സംശയങ്ങളുണ്ട്. ഒരാൾക്ക് റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അയാൾ ഫിദിയ നൽകുമ്പോൾ 30 ദിവസത്തെ നോമ്പിന് പകരമായി ഒരു മിസ്കീന് തന്നെ, ഒരു സാധുവിനെ തന്നെ തിരഞ്ഞെടുക്കാമോ? എല്ലാ ഫിദിയയും ഒരു സാധുവിന് തന്നെ നൽകാമോ? ഒരു സംശയമാണ്. അതേപോലെ എങ്ങനെയാണ് ഫിദിയ നൽകേണ്ടത്? എന്താണ് ഈ ഫിദിയ? അതിൻ്റെ കണക്കെത്രയാണ്? ഭക്ഷണം തന്നെ നൽകൽ നിർബന്ധമുണ്ടോ, അതോ ഭക്ഷണത്തിന് പകരം ക്യാഷ് നൽകിയാൽ മതിയാകുമോ? ഇങ്ങനെ പല രൂപത്തിലുള്ള സംശയങ്ങൾ ഈ വിഷയത്തിലുള്ളത് കൊണ്ട് വളരെ ചുരുക്കി അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് റമദാൻ മാസം വന്നു, പക്ഷേ അയാൾക്ക് നോമ്പെടുക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അയാൾക്ക് നോമ്പെടുക്കാൻ സാധിക്കാത്തത്? അയാൾ വൃദ്ധനാണ്, വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരാൾ രോഗിയാണ്, ആ രോഗിക്ക് രോഗം സുഖമാകുമെന്ന് ഒരു പ്രതീക്ഷയില്ല, ഡോക്ടർ പറയാണ് ഈ രോഗം മാറില്ല. അപ്പം നിത്യരോഗിയാണ്. അപ്പം നിത്യരോഗിയായ ഒരാളോ അതല്ലെങ്കിൽ അങ്ങേയറ്റം വാർദ്ധക്യം പ്രാപിച്ച് നോമ്പെടുക്കാൻ കഴിയാത്ത ഒരാളോ ആണെങ്കിൽ അവർക്ക് ഓരോ നോമ്പിന് പകരവും ഒരു സാധുവിന് ഒരു നേരത്തെ ഭക്ഷണം നൽകിയാൽ മതി. ഒരു ദിവസത്തെ ഭക്ഷണമല്ല, ഒരു നേരത്തെ ഭക്ഷണം നൽകിയാൽ മതി. അത് തുടക്കത്തിലാവാം, റമദാനിൻ്റെ തുടക്കത്തിലാവാം, അതല്ലെങ്കിൽ റമദാനിൻ്റെ മധ്യത്തിലാകാം, അതല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിലാകാം. അപ്പോൾ സംശയം തീർന്നല്ലോ, തുടക്കത്തിൽ കൊടുക്കാൻ പറ്റുമോ, അവസാനത്തിൽ കൊടുക്കാൻ പറ്റുമോ, കഴിഞ്ഞിട്ടാണോ കൊടുക്കേണ്ടത് എന്ന വിഷയം അതോടുകൂടെ ഇവിടെ അവസാനിച്ചു. ഇനി എത്രയാണ് അതിൻ്റെ കണക്ക്? അര സ്വാ ആണ് ഫിദിയയായി നൽകേണ്ടത്. അര സ്വാ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലെ അരി കണക്ക് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു കിലോ മുതൽ 1.5 കിലോൻ്റെ ഇടക്ക് ഒരു നേരത്തെ ഭക്ഷണമായി നമുക്ക് അരി വിതരണം ചെയ്താൽ മതി, സാധുവിന് അരി കൊടുത്താൽ മതി. ഇനി പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് പറയുന്നു, ഒരു നേരത്തെ ഭക്ഷണമാണല്ലോ, അതുകൊണ്ട് അരി കൊടുത്താൽ വീടും, എന്നാൽ അരിയുടെ കൂടെ അത് പാകം ചെയ്യാൻ ആവശ്യമായ മറ്റുള്ള ഭക്ഷണ സാധനങ്ങൾ കൂടെ കൊടുക്കുകയാണെങ്കിൽ ഏറെ നല്ല കാര്യമാണ്, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, അരി കൊടുത്താൽ തന്നെ മതിയാകുന്നതാണ്. ഇനി അത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, അരിയായിട്ട് കൊടുക്കാം. ഇനി അതല്ല, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഭക്ഷണം പാകം ചെയ്തിട്ട് ഒരു സാധുവിന് ഒരു ദിവസം ഒരു നേരത്തിന് നമ്മൾ ഭക്ഷണത്തിന് വിളിക്കുകയാണ്, അപ്പോൾ ഒരു നോമ്പിന് പകരമായി. അപ്പോൾ ഭക്ഷണം പാകം ചെയ്ത് വീട്ടിലേക്ക് ഇങ്ങോട്ട് സാധുക്കളെ ക്ഷണിക്കുന്നതിനും യാതൊരു വിരോധവുമില്ല. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അദ്ദേഹം ഭക്ഷണം പാകം ചെയ്ത് സാധുക്കളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ഫിദിയ, അതല്ലെങ്കിൽ മുദ് എന്നൊക്കെ പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. ഇനി ഈ വിഷയത്തിലുള്ള മറ്റൊരു സംശയം, ഭക്ഷണം തന്നെ കൊടുക്കണോ അതല്ലെങ്കിൽ അരി തന്നെ കൊടുക്കണോ, അതിന് പകരം സാധുവിന് ക്യാഷ് കൊടുത്താൽ പോരെ? അത് പറ്റില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ ഭക്ഷണം കൊടുക്കണം എന്ന് നസ്സായി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഭക്ഷണം തന്നെയാകണം നമ്മൾ കൊടുക്കേണ്ടത്. അതിനെ നമുക്ക് വ്യാഖ്യാനിച്ച് ഇത് ഇബാദത്താണ്, മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് പാടില്ല. ഇനി ഇതിൽ ഉണ്ടാകുന്ന മറ്റൊരു സംശയം, അങ്ങനെയാണെങ്കിൽ 30 ദിവസത്തെ നോമ്പിന് പകരം ഒരു സാധുവിന് തന്നെ 30 നേരം ഭക്ഷണം കൊടുത്താൽ മതിയോ? ഒരു സാധുവിനെ തന്നെ ദിവസവും വിളിച്ചിട്ട് അയാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അത് ശരിയാകുമോ? കുഴപ്പമൊന്നുമില്ല. പണ്ഡിതന്മാർ പറഞ്ഞു അതിന് വിരോധമൊന്നുമില്ല. എന്നാൽ പല സാധുക്കളെ വിളിച്ച്, അതല്ലെങ്കിൽ പല രൂപത്തിലുള്ള വ്യത്യസ്തങ്ങളായ സാധുക്കളെ വിളിച്ചുകൊണ്ട്, മസാക്കിനെ വിളിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കലാണ് ഏറെ നല്ലത്. ഒരാൾക്ക് തന്നെ എല്ലാം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്ന് ഉലമാക്കൾ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഫിദിയയുമായി ബന്ധപ്പെട്ട് വളരെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ വിഷയത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റിൽ അത് പറഞ്ഞാൽ മതി. നമുക്ക് അടുത്ത സംസാരത്തിൽ അത് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. സത്യം മനസ്സിലാക്കി കൃത്യമായ നിലക്ക് ആരാധനകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.